സ്വപ്നങ്ങൾക്ക് അതിരുകളില്ല, കരിയറിനും ഉണ്ടാകരുത്. സ്പീഡ് വിങ്സ് ഏവിയേഷൻ അക്കാദമി. നമസ്കാരം, ടാക്ടിക്സിലേക്ക് സ്വാഗതം. എനിക്കൊപ്പം ജയേഷ് പൂക്കോട്ടൂരുണ്ട്, ഒപ്പം MSKയും ചേരുന്നു. മത്സരം അതിഗംഭീരമായിട്ടുള്ള മത്സരം. സ്പെയിൻ ലോകകപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് മുന്നേറിക്കുന്നു. അവിടെ നടക്കാൻ പോകുന്നത് ഈ ലോകകപ്പിലെ ഏറ്റവും ആവേശകരമായ ഒരു പോരാട്ടം തന്നെയായിരിക്കും. ഫ്രാൻസ് ആണ് എതിരാളികൾ സ്പെയിനിൻ്റെ. മത്സരത്തിലേക്ക് വന്നാൽ ജയേഷ്, ഇത് അതിഗംഭീരമായിട്ടുള്ള സ്പെയിനിൻ്റെ കളി, മറുഭാഗത്ത് ഹൈ പ്രസ്സിംഗ് നടത്തിയ ബെൽജിയത്തിൻ്റെ വെല്ലുവിളി. നമുക്കറിയാം, സ്പെയിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ മത്സരത്തിന് മുമ്പ് വരെ നമ്മൾ പറഞ്ഞിരുന്നൊരു കാര്യം, അവർ ഗോൾ വഴങ്ങിയിട്ടില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഒടുവിൽ സ്പെയിനിൻ്റെ വലയിലും ഗോൾ എത്തുന്നു. അതും ബെൽജിയത്തിൻ്റെ ഒരു ആക്രമണ മികവിൻ്റെ തെളിവായിട്ട്. മറുഭാഗത്ത് സ്പെയിനിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് പന്ത് കൈവശം വെച്ച് കളിക്കാൻ മാത്രമല്ല ഗോൾ അടിക്കാനും അറിയാമെന്ന് അവർ തെളിയിച്ചിട്ടുള്ള ഒരു മത്സരം. എല്ലാ കളിക്കാരും ഒന്നിച്ച് മികവിലേക്ക് ഉയരുന്ന തരത്തിലുള്ളൊരു മത്സരം. വിങ്ങിലൂടെയുള്ള യമാലിൻ്റെ അടക്കമുള്ള ഹൈ പ്രസ്സിങ്, പിൻനിരയുടെ പ്രചോദനം മറുഭാഗത്തും കണ്ടു. പക്ഷേ അന്തിമമായിട്ട് വരുമ്പോഴത്തേക്ക് അവസാനം നമ്മൾ ഈ ലോകകപ്പിൽ പലപ്പോഴും പറയുന്ന കാര്യമാണ്, അവസാന 10 മിനിറ്റിലെ കളി തിരിയുന്ന ഗോളുകൾ. അത് ഇന്നലെ ബെൽജിയത്തിനാണ് വിനയായി മാറിയത്. അപ്പോൾ ബെൽജിയവും അർഹിച്ചിരുന്നു ഫൈനലിൽ ഒരു സ്ഥാനം എന്നുള്ളതാണ്. സ്പെയിന് കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് ഇറങ്ങിയിട്ടുള്ളത്. മാത്രമല്ല എല്ലാ മേഖലയിലും സമഗ്രാധിപത്യം പുലർത്തിക്കൊണ്ട് തന്നെയാണ് സ്പെയിൻ. ഇപ്പോൾ ബെൽജിയം അർഹിച്ചിരുന്നോ എന്ന് അനുവേദം ചോദിക്കുമ്പോൾ ഇന്നലത്തെ മത്സരം നോക്കുമ്പോൾ അതിനകത്ത് സ്പെയിൻ തന്നെയായിരുന്നു അർഹിച്ചിരുന്നത്. പക്ഷേ ബെൽജിയം നന്നായിട്ട് കളിക്കാൻ ശ്രമിച്ചു. 1-2 താരങ്ങളുടെ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഡിബ്രൂയിനൊക്കെ ശരിക്കും പ്രായമായി എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത് നമ്മുടെ ഡിബ്രൂയിൻ്റെ ഏറ്റവും പ്രൈമിലെ ഏറ്റവും ഗംഭീരമായ മൊമെൻറ്റുകൾ നമ്മൾ കണ്ടതുകൊണ്ടാണ് ഈ വിധം അദ്ദേഹം നിരാശപ്പെടുന്നു. ലാസ്റ്റ് ഒരു ഫ്രസ്ട്രേഷൻ്റെ ഒക്കെ പുറത്ത് ഒരു യെല്ലോ കാർഡൊക്കെ വാങ്ങിക്കുന്നത് നമ്മൾ കണ്ടു. കാരണം നമ്മൾ കണ്ട ഡിബ്രൂയിൻ ഇതല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. സ്പെയിനിലേക്ക് തന്നെ വരാം. ഇപ്പോൾ നിർണായക മത്സരത്തിൽ പെഡ്രിക്ക് പകരം ഫാബിയാൻ റൂയിസിനാണ് കോച്ച് ലാഫുവൻ്റ് ഇറക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള കണ്ടത് സ്പെയിൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 11 പേരും, അതിൽ ഗോളി വരെ അതിനകത്ത് പാസിങ്ങിലൊക്കെ കൃത്യമായ ഇടപെടൽ നടത്തുന്നുണ്ടെന്നാണ് ഉനൈ സൈമൺ. അപ്പോൾ ഏറ്റവും കൂടുതൽ മൈനസ് പാസുകൾ കളിക്കുന്ന ടീമുകളിലൊന്നും കൂടിയാണ് സ്പെയിൻ. അതൊരു അവരുടെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡല്ല, അവരെല്ലാം പാസ് ചെയ്ത് കളിക്കുന്നതിൻ്റെ ഒരു ക്വാളിറ്റിയാണത്. അപ്പോൾ ആ ഒരു 11 പേരുടെ ചരട് എപ്പോഴും പെഡ്രിയുടെയും റോഡ്രിയുടെയും കയ്യിലാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ പെഡ്രിയെ മാറ്റി ഫാബിയാൻ റൂയിസിനാണ് ഫസ്റ്റ് ലെവലിൽ ലാഫുവൻ്റ് ഇറക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവരുടെ ഒരു കെമിസ്ട്രി, പെഡ്രി റോഡ്രി ഉണ്ടായിരുന്നൊരു കെമിസ്ട്രി ഏതെങ്കിലും തരത്തിൽ നഷ്ടമാവുമെന്നൊക്കെ തോന്നിയിരുന്നു. പക്ഷേ തോന്നലിന് 30 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഫാബിയാൻ റൂയിസാണ് ആദ്യത്തെ ഗോൾ അടിക്കുന്നത് എന്നുള്ളതാണ്. അതൊരു യമാലിൻ്റെ ഒരു ഗംഭീരമായ നീക്കത്തിനൊടുവിൽ പറഞ്ഞൊരു ഗോളായിരുന്നു. വിങ്ങിലൂടെ അതിഗംഭീരമായിട്ട് സ്റ്റെപ്പ് ഓവർ ചെയ്ത് കയറിപ്പോയി. അദ്ദേഹം ഒരു കട്ട് ബാക്ക് ചെയ്യുന്നൊരു ബോൾ വേർസബാൽ ഫസ്റ്റ് ടൈം ഷോട്ട് എടുക്കുന്നുണ്ടെങ്കിലും കോർട്ടോ അത് സേവ് ചെയ്യാണ്. അദ്ദേഹം സേവ് ചെയ്യുമ്പോൾ റീബൗണ്ട് വന്നിട്ടാണ് അത് ഫാബിയാൻ റൂയിസ് അടിക്കുന്നത്. അടുത്ത നിമിഷം തന്നെ, അതായത് സ്പെയിൻ്റെ ആ ഒരു വിങ്ങിൽ, അതായത് പുറത്തെ കുക്കുറേലായാലും റൈറ്റ് വിങ്ങിൽ പെഡ്രോ പോർ ആയാലും നന്നായിട്ട് കയറി പോകുന്നുണ്ട്. ആ വിടവ് മനസ്സിലാക്കിക്കൊണ്ടാണ് ആ വിങ്ങിലൂടെ ഒരു കളി വരുന്നത്. ജെർമി ഡോക്കു തുടങ്ങി വെച്ചിരുന്നു. ഇത് കെറ്റ്ലേറാണ് ആ ഗോൾ സ്കോർ ചെയ്യുന്നത്. 690 മിനിറ്റിന് ശേഷമാണ് സ്പെയിൻ ഒരു ഗോൾ വഴങ്ങുന്നത് എന്നുള്ളതാണ്. ഉണൈ സൈമൺ അങ്ങനെ ഒരു ഗോൾ വഴങ്ങുന്നു. അതിൻ്റെയൊക്കെ നിരാശ അദ്ദേഹത്തിൻ്റെ മുഖത്തും ഉണ്ടായിരുന്നു. അദ്ദേഹം എല്ലാ മാച്ചിലും എനിക്ക് ക്ലീൻ ഷീറ്റ് വേണമെന്നുള്ളൊരു വാശിയോടെ ആത്മവിശ്വാസത്തോടെ കളിക്കുന്ന ഒരു പ്ലെയർ ആയിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് സ്പെയിൻ ഒരു ഗോൾ വഴങ്ങുന്നു എന്നുള്ളതാണ്. രണ്ടാം പകുതിയിൽ കണ്ടത് കുറെ കൂടി ഓർഗനൈസ്ഡ് ആയ സ്പെയിനെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു അവർക്ക് പിഴയ്ക്കുന്നത്, നമ്മൾ ഇന്നലെ മത്സരം കണ്ടപ്പോഴും പറഞ്ഞു, ഫൈനൽ തേർഡിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ബോക്സിൽ വെച്ചിട്ട് ഒരു എക്സ്ട്രാ ടച്ച് അവർ എടുക്കുന്നുണ്ട്. നമ്മളെപ്പോഴും കരുതും ഇതൊന്ന് ഷൂട്ട് ചെയ്തൂടെ ഇവന്മാർക്ക് എന്ന് നമ്മൾ കരുതും. അവര് അനാവശ്യമായിട്ടൊരു ടച്ച്, അനാവശ്യം നമുക്ക് വരാൻ പറ്റില്ല, അവരത്രയും പുകൾപെറ്റ ടീമാണ്, നമ്മൾ ചുമ്മാ കണ്ടുകൊണ്ട് പറയുന്നതാണ്. പക്ഷെ എന്നാൽ പോലും ഒരു ഇത്രയും നാൾ ഫുട്ബോൾ കാണുന്ന ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് തോന്നുന്നത് ഒരു എക്സ്ട്രാ ടച്ച് ആണ് അവിടെ. അതൊരു ഫസ്റ്റ് ടൈം അടിക്കേണ്ട ഒരുപാട് ട്രൈ ഉണ്ടായിരുന്നു. ഇപ്പോൾ യമാലാണ് പിന്നെയും ഫസ്റ്റ് ഷോട്ട് ട്രൈ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഓൽമോക്കായാലും ഒയർസബാലിനായാലും ഒക്കെ ഒരുപാട് ബയനക്കായാലൊക്കെ ഫസ്റ്റ് ടൈം ഷോട്ടുകൾ എടുക്കാനുള്ള ഒരുപാട് അവസരങ്ങളായിരുന്നു. പക്ഷെ അതെല്ലാം അവർ പാസ് ചെയ്തിട്ട് പിന്നെ നഷ്ടപ്പെടുന്ന കാഴ്ചയുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവസാന നിമിഷങ്ങളിൽ 55 മിനിറ്റിൽ മൈക്കൽ മറീനോ ഒരിക്കൽ കൂടി അവതരിക്കും. നമുക്കറിയാം പോർച്ചുഗലിനെതിരെ അദ്ദേഹം വന്ന് സൂപ്പർ സബാണ്. 5 മിനിറ്റിനകം തന്നെ ഒരു നിർണായക ഗോൾ നേടി 91 മിനിറ്റിൽ. ഇവിടെ ഇറങ്ങി 3 മിനിറ്റിനകം തന്നെ അടുത്ത ഗോൾ കണ്ടെത്തുകയാണ്. അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ടൈം ഷോട്ടിൽ നിന്ന് കിട്ടിയ ഒരു ഗോളായിരുന്നു. കുബാർസി ബോക്സിന് പുറത്തുനിന്നാണ് അടിക്കുന്നത്. അത് സെൻറ്റർ ബാക്കാണ് കുബാർസി, നമുക്കറിയാലോ. അദ്ദേഹം വന്നിട്ട് ഒരു ഗംഭീരമായ ഒരു ഷോട്ട് എടുക്കുന്നു. ആ ഷോട്ട് റീബൗണ്ട് വരുമ്പോഴാണ് അത്, പക്ഷേ ഗോളിയുടെ മികവ് ഫോൾട്ട് തന്നെയാണ്. കാരണം അതുവരെ നല്ല സേവുകൾ നടത്തിയിരുന്ന കോർട്ടോയ്ക്കൊരു ഇഞ്ചുറി പറ്റി അദ്ദേഹം പുറത്തു പോകണം. അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അദ്ദേഹത്തിന് അറിയാം അത് അദ്ദേഹത്തിൻ്റെ അവസാന ലോകകപ്പ് മാച്ചാണ്. ഒരു പരിധിവരെ അവസാന ഇന്റർനാഷണൽ മാച്ച് ആവാനും സാധ്യതയുണ്ട്. ഇതുവരെ അനൗൺസ്മെന്റ് വന്നിട്ടില്ല.
അപ്പോൾ കൊർട്ടോ കരഞ്ഞുകൊണ്ട് മടങ്ങുന്നു. കൊർട്ടോ അതുവരെ നടത്തിയ സേവുകൾ, പ്രത്യേകിച്ച് യമാലിൻ്റെ ഒരു ഫ്രീ കിക്കൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല 2 വിങ്ങൊന്നും നല്ല ആക്രമണം നടത്തിയിട്ടും കോർട്ടോയുടെ പൊസിഷനിങ് കൊണ്ടാണ് കുറേയൊക്കെ രക്ഷപ്പെട്ടു പോയത്. പക്ഷേ ഒരു സെന്റ് ലാമൻസ് വന്നിട്ട് ഒരു ഈസി ചാൻസ് ആയിരുന്നു. അത് ശരിക്ക് അത്ര പവർഫുൾ ഷോട്ടൊന്നും ആയിരുന്നില്ല കുബാർസി അടിച്ചത്. അത് സേവ് ചെയ്യാമായിരുന്ന ബോളായിരുന്നു. അല്ലെങ്കിൽ അത് പുറത്തേക്ക് ഒഴിവാക്കാവുന്ന ബോളായിരുന്നു. പക്ഷെ അത് നേരെ മൈക്കൽ മറീനോയുടെ കാലിലേക്കാണ് വരുന്നത്. മൈക്കൽ മറീനോ എവിടുന്നാന്നറിയില്ല, പെട്ടെന്ന് അങ്ങ് പൊട്ടി വീഴുന്നു. അതായത് ലാഫുവിൻ്റെക്ക് എന്തെങ്കിലും സമ്മർദ്ദം അനുഭവിക്കുമ്പോൾ കൃത്യമായിട്ട് അദ്ദേഹം മറീനോനെ അങ്ങ് ഇറക്കി വിടുന്നു. മറീനോ കൃത്യമായിട്ട് അത് ഡെലിവർ ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ 2 മത്സരത്തിലും നമ്മളത് കണ്ടു. ഇറങ്ങി 3-4 മിനിറ്റിനകം തന്നെയാണ് 2 മത്സരത്തിലും അദ്ദേഹം നിർണായക ഗോൾ അടിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. അതായത് ഒന്ന് റോഡ്രിയാണ് സ്പെയിൻ്റെ താരം എന്ന് പറയുന്നത്. അതായത് അദ്ദേഹം ഫൈനൽ തേർഡിൽ കാണുന്നുണ്ട്, മിഡിൽ കാണുന്നുണ്ട്, DM ആണ് അദ്ദേഹത്തിൻ്റെ പൊസിഷൻ നമുക്കറിയാം. അതേസമയം ഡിഫൻസിൽ കുബാർസിക്കും ലപ്പോർട്ടയ്ക്കും ഒപ്പം തന്നെ അദ്ദേഹം നിൽക്കുന്നുണ്ട്. അദ്ദേഹം ഓടിപ്പാഞ്ഞ് കളിക്കുന്ന ശരിക്കും ഒരു എഞ്ചിൻ തന്നെയായിരുന്നു റോഡ്രി എന്ന് പറയുന്ന ഒരു പ്ലെയർ. ഒപ്പം തന്നെ എടുത്ത് പറയാനുള്ളത് യമാലിൻ്റെ പേരിൽ ഇന്നലെ അസിസ്റ്റോ അല്ലെങ്കിൽ ഗോളോ ഇല്ല. പക്ഷേ അദ്ദേഹം വിങ്ങിലുണ്ടാക്കിയ ഒരു ഓളുണ്ട്. എന്ത് ഗംഭീരമായ സ്കില്ലുകളാണ്. ആ പേസിൻ്റെ ഒപ്പം നിൽക്കാൻ പറ്റുന്നില്ല. ബെൽജിയത്തിൻ്റെ ആക്രമണത്തിന് കുറച്ച് കുറവുണ്ടാവാനും കൂടി അതിന് കാരണമുണ്ട്. കാരണം യമാലിൽ 2 പ്ലേയേഴ്സ്, അവിടുത്തെ ഒരു വിങ് ബാക്ക് പ്ലസ് ജെറമി ഡോക്കു ആണ് യമാലിനെ പൂട്ടുന്നത്. ജെറമി ഡോക്കു അവരുടെ മെയിൻ വിങ്ങറാണ്. അതായത് യമാല് കളിക്കേണ്ട പോലെ കളിക്കേണ്ട പ്ലെയറാണ് ജെറമി ഡോക്കു. പക്ഷെ ജെറമി ഡോക്കുവിന് യമാലിനെ പൂട്ടുക എന്നുള്ളൊരു അധിക ജോലി കൂടി കോച്ച് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ പലപ്പോഴും യമാലിൻ്റെ പിന്നിൽ ഒപ്പം നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നുകൊണ്ട് ഡോക്കുവിന് ഫ്രണ്ടിലേക്ക് അധികം പോകാൻ പറ്റില്ല. പക്ഷെ പറ്റാവുന്ന സാഹചര്യങ്ങളിൽ അദ്ദേഹം കയറി പോകുന്നുണ്ട്. പക്ഷെ അവർക്ക് ഫൈനൽ തേർഡിലെല്ലാം വലിയ കാര്യമായ പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല ഒരു അപകടകരമായ രീതിയിലുള്ളൊരു അറ്റാക്കൊന്നും അങ്ങോട്ട് വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എന്തായാലും സ്പെയിനെ സംബന്ധിച്ചിടത്തോളം വളരെ കോൺഫിഡൻ്റായി സ്പെയിന് കളിച്ചു. അതിനുള്ള റിസൾട്ട് അവർക്ക് കിട്ടി. ഇപ്പോൾ നമുക്കറിയാം കേപ്പ് വെർദെക്കെതിരായ ആദ്യ മത്സരം കഴിഞ്ഞപ്പോൾ ഈ സ്പെയിൻ എവിടെയൊന്നും എത്തില്ല എന്ന് പറഞ്ഞ ടീമായിരുന്നു. പക്ഷേ ഓരോ മത്സരത്തിലും പിന്നീട് സൗദിയെ 4-ത്തിനാണ് തോൽപ്പിക്കുന്നത്. അങ്ങനെ ഓരോ മത്സരത്തിലും ഗംഭീരമായ പ്രകടനം നടത്തിക്കൊണ്ട് പ്രീ ക്വാർട്ടറിൽ ശക്തരായ പോർച്ചുഗലിനെ കീഴടക്കുന്നു. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഇനിയിപ്പോൾ സെമിയിൽ വരാൻ പോകുന്നത് ഫ്രാൻസ് ആണ്. ഈ വേൾഡ് കപ്പിൽ ഏറ്റവും ത്രില്ലിംഗ് ആയ ഒരു മത്സരം തന്നെയായിരിക്കും. ഗംഭീരമായ അറ്റാക്കേഴ്സ് ഉണ്ട്. മാത്രമല്ല ഇത്തവണ സ്പെയിൻ്റെ ഡിഫൻസിന് പ്രത്യേകിച്ച് കുബാർസിക്കും ലപ്പോർട്ടയ്ക്കും കുറച്ച് അധികം പണിയുണ്ടാവും. ഉനായ് സൈമണ് ഇന്നലത്തെ ഒരു ഗോൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ ബാക്കി മത്സരങ്ങളിലൊക്കെ വിശ്രമമായിരുന്നു. ഉനായ് സൈമണും നല്ല പണി കിട്ടേണ്ട സാഹചര്യമാണ്. എന്തായാലും ഒരു യമാൽ എംബാപ്പെ പോരാട്ടം എന്നുള്ള നിലയ്ക്ക് കൂടി ശ്രദ്ധേയമാകും ആ ഒരു മത്സരം. മറുഭാഗത്തേക്ക് വന്നില്ല 2 പോയിന്റിൽ എനിക്ക് ചില ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. അതായത് ഒരു പക്ഷേ തർക്ക വിഷയവുമാകാം. അതായത് ഈ സ്പെയിൻ വഴങ്ങിയ ഗോളെന്ന് പറയുന്നത് അതെനിക്ക് തോന്നുന്നു കൊട്ടോയ്ക്ക് അദ്ദേഹത്തിൻ്റെ പരിചയസമ്പത്ത് കൊണ്ട് ആ പന്ത് കൈവശം പിടിക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹം അനാവശ്യമായിട്ട് തട്ടിയകറ്റാൻ ശ്രമിക്കുന്നത്. ആ തട്ടിയകറ്റാൻ ശ്രമിക്കുന്ന പന്തിലാണ് റീബൗണ്ട് വന്ന് അത് ഗോളാവുന്നത്. അത് തന്നെയാണ് പകരം വരുന്ന സിമ്മൺസും കാഴ്ചവെക്കുന്ന ഒരു പിഴവ് എന്നുള്ളത്. അപ്പോൾ നിർണായക മത്സരത്തിൽ അത്തരമൊരു പിഴവിന് വലിയ വിലയുണ്ടെന്ന് ഇന്നലെ ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. ബെൽജിയത്തിൻ്റെ കാര്യത്തിലേക്ക് വരാം. ബെൽജിയത്തിൻ്റെ കാര്യം എപ്പോഴും പറയുമ്പോൾ നമ്മൾ സുവർണ്ണ തലമുറ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ശരി തന്നെയാണ്. അതായത് ഇപ്പോൾ ഈ ടീമിലുണ്ടായിരുന്ന തന്നെ ഡിബ്രൂയിനും ലുക്കാക്കും പിന്നെ അസാഡും ഒക്കെ കളിച്ചിട്ടുള്ളൊരു കളി, അത് അവരുടെ പ്രായം ഏറുന്നു എന്നുള്ള കാര്യം കൂടി വ്യക്തമാകുന്ന മത്സരം ഈ ഘട്ടത്തിൽ കണ്ടു എന്ന് ജയേഷ് പറയുകയും ചെയ്യുന്നു. ഇന്നലെ ലുക്കാക്കുവിനെ അദ്ദേഹം കോച്ച് നേരത്തെ തന്നെ പരീക്ഷിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ അദ്ദേഹം അവസാന 15 മിനിറ്റിലേക്കൊക്കെ വന്ന് ഗോൾ അടിച്ച് മടങ്ങുന്നതിന് പകരം ഇന്നലെ അദ്ദേഹം കുറച്ചുകൂടി നേരത്തെ വരുന്നു. കാരണം അദ്ദേഹത്തിന് ബെൽജിയത്തിന് വെല്ലുവിളി മനസ്സിലാകുന്നുണ്ട്. എങ്കിലും അദ്ദേഹം അധ്വാനിച്ചിട്ടുണ്ട്. ഈ പ്രായത്തിലും അദ്ദേഹം അധ്വാനിക്കുന്നു എന്നുള്ളതും ശരിയാണ്. ഈ ലോകകപ്പ് അവസാനിപ്പിക്കുന്നത് ബെൽജിയത്തിൻ്റെ ആ ഒരു പകിട്ട് കൂടിയാണ്, ആ ഒരു പ്രൗഢി കൂടിയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ആ ഒരു തലമുറ കൂടി ഒഴിഞ്ഞു പോകുന്നു. മറുഭാഗത്ത് പകരം ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യമാണ്. അതുപോലെ തന്നെയാണ് ഇനി നടക്കാൻ പോകുന്ന ഫ്രാൻസ് സ്പെയിൻ മത്സരം എന്ന് പറയുന്നത്. സ്പെയിൻ്റെ ഒരു സുവർണ്ണ തലമുറ ഉദയം ചെയ്യുകയാണ് ഈ ലോകകപ്പ്. പകരം എന്തെന്ന് ചോദിക്കുമ്പോഴും സ്പെയിനിൻ്റെ നമുക്കറിയാം, സ്പെയിൻ എപ്പോഴും ഒരു 2 ലോകകപ്പ് അല്ലെങ്കിൽ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ലോകകപ്പൊക്കെ നോക്കുമ്പോൾ നമുക്ക് അവിടെയുള്ള എല്ലാ താരങ്ങളെയും അറിയാം. അതൊരു സുവർണ്ണ തലമുറയുള്ള ഒരു കാലഘട്ടമായിരുന്നു 2010 മുതലുള്ള കാലഘട്ടം. ഇപ്പം റാമോസും അതുപോലെ പിന്നെ ഒരുപാട് പേര്, സാവി, ഇനിയേസ്റ്റ, അങ്ങനെയുള്ള ഒരു സുവർണ്ണ തലമുറ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സ്പെയിൻ എന്ന് പറയുമ്പം നമുക്ക് ഒരു പുതിയൊരു, അതായത് ഒരു ന്യൂ സ്പെയിനാണ്, ബിൽഡ് ചെയ്ത് വരുന്ന സ്പെയിനാണ്. അപ്പം ഒരു തലമുറ മാറുമ്പോഴും അവിടെ വേറൊരു തലമുറ വരുന്നു, അവിടെ കൃത്യമായിട്ടും അത് പ്ലേസ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് സ്പെയിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ബെൽജിയത്തിൻ്റെ കേസിൽ ബെൽജിയത്തിൻ്റെ സുവർണ്ണ തലമുറ എന്നുള്ളത് നമ്മളെപ്പോഴും അങ്ങനെ 2018 മുതലേ ഇങ്ങനെ പറഞ്ഞു വരുന്നതാണ്. അടുത്ത തലമുറ
കഴിഞ്ഞ ലോകകപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ലൂക്കാക്കുക്ക് വിരമിക്കും എന്ന തരത്തിലുള്ള വാർത്തകളുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും ഈ ലോകകപ്പിലേക്ക് വരുന്നു. കഴിഞ്ഞ ലോകകപ്പിലുള്ള ഹസാർഡാണ് ഇല്ലാത്തതെന്ന് തോന്നുന്നു അല്ലെ? ഹസാർഡ് മാത്രമാണ് ഇല്ലാത്തത്. ബാക്കി ഈ ടീം പിന്നെയും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ബെൽജിയം ഇന്നലെ കളിച്ച കളിയിലേക്ക് വരുന്ന സമയത്ത് ബെൽജിയം അത്യാവശ്യം നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിരുന്നു. അവർ പിന്നെ അതായത് പ്രസ്സിംഗ് ഗെയിം മൊത്തം കളിച്ചത് സ്പെയിനാണ്. സ്പെയിനിൻ്റെ കയ്യിൽ തന്നെയായിരുന്നു പന്തുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ കിട്ടിയ അവസരം കൃത്യമായിട്ട് അവർ മുതലാക്കി ഒരു ഗോളൊക്കെ അടിച്ചു. അവരുടെ ഗോളി ഈ കോട്ടോയ്സ് അദ്ദേഹം മാറിയപ്പോഴാണ് അതൊരു വലിയ ഡിഫറൻസ് ആയി മാറി. കാരണം കോട്ടോയ്സ് വേൾഡിലെ ഏറ്റവും മികച്ച ക്ലബിൻ്റെ ഗോളിയാണ്, റയൽ മാഡ്രിഡിൻ്റെ ഗോളിയാണ്, ആ ലാലിഗയിലെ ഏറ്റവും വില കൂടിയ ഗോളിയാണ്, അത്രയും പിന്നെ എക്സ്പീരിയൻസ് ഉള്ള ഗോളിയാണ്. അപ്പോൾ അദ്ദേഹം കയറിപ്പോയ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഒരു കരഞ്ഞുകൊണ്ട് ഇപ്പം നേരത്തെ ജയേഷനെ പറഞ്ഞു. അപ്പോൾ പുള്ളി ഉള്ള സമയത്ത് ഇപ്പോൾ റീബൗണ്ട് സ്പെയിൻ അടിച്ച രണ്ടാമത്തെ ഗോള് കൃത്യമായിട്ടും അത്ര ഭയങ്കരമായിട്ടുള്ളൊരു അതിഭീകര ഷോട്ടൊന്നും ആയിരുന്നില്ല. പിന്നെ കൃത്യമായും കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയുന്നൊരു ഷോട്ടായിരുന്നു. പക്ഷേ അതിൽ റീബൗണ്ട് ചെയ്ത് അത് ഗോളാകുകയാണ് മെറീന എന്നുള്ള കളിക്കാരൻ. അപ്പോൾ മൈക്കൽ മെറീന എന്ന് പറയുമ്പോൾ ഈ പകരക്കാരനായിട്ട് ഇറങ്ങി താരമാവുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ മത്സരത്തിലും ഇങ്ങനെ തന്നെ കണ്ടു. അപ്പം ഭാഗ്യം ബെൽജിയത്തിനൊപ്പം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ബെൽജിയം ഒരുവിധം ഇപ്പം ലൂക്കാക്കു കുറച്ച് നേരത്തെ ഇറങ്ങിയെങ്കിലും ലൂക്കാക്കു ഒരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. എങ്കിൽ കൂടിയും ആ ഗോളി പോയി എന്ന് പറയുമ്പോൾ, അവരുടെ ഒരു ഗോളി എന്ന് പറയുമ്പോൾ ഗോൾ വഴങ്ങാതിരിക്കുക എന്നുള്ളതാണ് ഒരു ഗോളിയുടെ കർത്തവ്യം. അപ്പോൾ അത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരം സുവർണ്ണ തലമുറ എന്ന് പറയുമ്പോൾ സുവർണ്ണ തലമുറയിലെ ഏറ്റവും അധികാരനായ ഒരു താരം തന്നെയാണ് കോട്ടോയ്സ് എന്നുള്ള ഗോളി. അപ്പോൾ അദ്ദേഹം 72-ാം മിനിറ്റിലാണ് പോയെന്ന് തോന്നുന്നു. അപ്പം ആ സമയത്ത് ബെൽജിയത്തിന് ഏറ്റവും ഒരു ആഘാതമുണ്ട്. അപ്പോൾ ആ ആഘാതം കൃത്യമായിട്ടും പുതിയ പകരക്കാരനായി വന്ന ഗോളിക്ക് ആ ആഘാതം കൃത്യമായിട്ടും അതൊന്നും മുന്നോട്ടേക്ക് വരാൻ ബെൽജിയത്തിന് കഴിഞ്ഞില്ല. അപ്പം അവിടെ ഒരു ഗോളി പരിക്കേറ്റ് തിരിച്ചു പോയത് തീർച്ചയായും ബെൽജിയത്തിന് അടിയായിട്ടുണ്ട്. മറുവശത്ത് നോക്കുമ്പം സ്പെയിൻ അവരുടെ പിന്നെ പ്രതാപത്തിനൊത്ത് തന്നെ കളിച്ചിട്ടുണ്ട്. യമാലിൻ്റെ നേതൃത്വത്തിലുള്ള കളി നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം സ്പെയിൻ കൃത്യമായും അവർ ആധിപത്യത്തോടെ കളിച്ചപ്പോൾ ബെൽജിയത്തെ സംബന്ധിച്ചിടത്തോളം അതിനെ ചെറുക്കുക എന്നുള്ളതായിരുന്നു ഈ മത്സരത്തിലെ പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെയെങ്കിലും പിന്നെ അധിക ടൈമിലേക്ക് എത്തിക്കുക, ഒരു പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിലായിരുന്നു. ബെൽജിയം ഇതിന് മുമ്പത്തെ കളികളിലൊക്കെ ഇങ്ങനെ അവസാന നിമിഷം തിരിച്ചു വന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഈ മത്സരത്തിലും അങ്ങനെ തന്നെയാണ് ബെൽജിയം പ്രതീക്ഷിച്ചത്. പക്ഷേ ഗോളിക്ക് കയറേണ്ടി വന്നത്, പ്രധാന ഗോളിക്ക് പുറത്തു പോകേണ്ടി വന്നത് തീർച്ചയായും ബെൽജിയത്തിന് അടിയായിട്ടുണ്ട്. പിന്നെ ഈ സുവർണ്ണ തലമുറ എന്നുള്ളത് അതിനിയും ഓരോ കാലഘട്ടത്തിലും ഒരു ട്രാൻസിഷൻ പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഒരു തലമുറ വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇപ്പം സ്പെയിനിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും സ്പെയിനിലെ ഒരുപക്ഷെ ഈ യമാൽ ഒഴികെ മറ്റു സൂപ്പർ സ്റ്റാറുകളൊന്നും സ്പെയിനില്ല. പക്ഷേ സ്പെയിൻ മറ്റൊരു രീതിയിൽ ഈ ലോകകപ്പ് കഴിയുമ്പോഴത്തേക്കും ഇവരുടെയൊക്കെ പേരുകൾ, മൈക്കൽ മെറീനയൊക്കെ പേരുകൾ നമ്മളിപ്പം പിന്നെ പഠിച്ചു കഴിഞ്ഞു. അങ്ങനെ ഒരു തലമുറ ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഈ ഇന്നലത്തെ മത്സരത്തിൽ നോക്കുമ്പോൾ രണ്ട് ടീമും ഏതാണ്ട് സെയിം ഫോർമേഷൻ 4-2-3-1 എന്നുള്ള പൊസിഷനാണ്. അതിൻ്റെ ഒരു മെച്ചം അല്ലെങ്കിൽ കളിയിൽ കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ മാൻ ടു മാർക്കിംഗ് നമുക്ക് കാണാൻ കഴിഞ്ഞു കുറേ മത്സരത്തിന് ശേഷം. കഴിഞ്ഞ കളിയിലൊക്കെ ബസ് പാർക്കിംഗ് എന്നൊക്കെ നമ്മൾ പറയുന്നു. 5 ഡിഫൻഡർമാരെ അവിടെ വിന്യസിച്ച് നിർത്തിയിട്ടുണ്ട് വിങ്ങുകളിലൂടെയുള്ള ആക്രമണം പോലും തടയുന്ന കാഴ്ച കണ്ടു. പക്ഷേ ഇവിടെ വിങ്ങുകളിൽ അതിപ്രസിംഗ് നടത്തുന്ന യമാലും പെട്രോ പോറോയും അടക്കമുള്ളവർ വലത് വിങ്ങിലും ഒരുപാട് പ്രസിംഗ് നമ്മൾ കണ്ടു. മറുഭാഗത്ത് നിക്കോ വില്യംസ് പിന്നീട് ഇറങ്ങുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ടീമിനെതിരെ അതല്ല വേണ്ടതെന്ന് ബെൽജിയം തിരിച്ചറിഞ്ഞുകൊണ്ടാണോ ആ ഒരു രീതി? പക്ഷേ അത് രസകരമായിരുന്നു. കാരണം ഓരോ താരത്തെ നേരിടാനും ഒരാൾ ഉണ്ട് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്ന മത്സരം നമ്മൾ കണ്ടു. ഇനി മറുഭാഗത്ത് സ്പെയിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ 2010 അവരുടെ സുവർണ്ണ തലമുറയെന്ന് വിശേഷിപ്പിക്കേണ്ടി വരുന്ന സാവി ഇനിയസ്റ്റ പോലെയുള്ള താരങ്ങൾ അടങ്ങിയിരുന്ന അവർ കഴിഞ്ഞതിന് ശേഷം പിന്നെ 16 വർഷം സ്പെയിൻ ലോക ഫുട്ബോൾ ഇല്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ലോകകപ്പുകളിലൊക്കെ അവർ വളരെ നേരത്തെ മടങ്ങിപ്പോകുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു. പക്ഷേ 16 വർഷങ്ങൾക്ക് ശേഷം സ്പെയിൻ ഒരു സെമി കളിക്കാൻ പോകുന്നു, ലോകകപ്പിൻ്റെ സെമി എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രാധാന്യമുള്ള കാര്യം എന്ന് പറയുന്നത്. അതിന് അവരെ പ്രേരിപ്പിച്ച കാര്യം പ്രധാനമായിട്ടും ഈ ശൈലി മാറ്റമായിരിക്കും. നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്, എങ്കിലും അത് ഇന്നലെ കുറച്ചുകൂടി കണ്ടു. ആദ്യം പറഞ്ഞതുപോലെ പന്ത് കൈവശം വെച്ച് കളിക്കുക മാത്രമല്ല, അതാണ് അവർ ആദ്യം മത്സരത്തിൽ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി. പന്ത് കൈവശം വെച്ച് കളിക്കുന്നു പക്ഷേ ഗോൾ വരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്നലെ 68% ബോൾ പൊസിഷൻ ഉണ്ട്, പക്ഷേ അതോടൊപ്പം ഗോൾ അടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കളിയിൽ ലാഫുവിൻ്റെ വരുത്തുന്നൊരു മാറ്റം ഉണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റ്. അപ്പം ഇന്നലെ ടീമിൽ വരുത്തിയിട്ടുള്ള ചില കുഞ്ഞു അഴിച്ചുപണികൾ, ഇതൊക്കെ ടോട്ടൽ ഫുട്ബോൾ അത് അവരുടെ ഗെയിമിനെ സ്വാധീനിച്ചിട്ടുണ്ട്. അവരൊരു ഷിഫ്റ്റിങ്ങിലാണോ ഈ ലോകകപ്പിനെ സംബന്ധിച്ച് അവരുടെ കളി ശൈലിയിൽ? അതിനകത്ത് സ്പെയിന് ലോക ഫുട്ബോളിലെന്ന് പറയാൻ പറ്റില്ല. കാരണം അവർ അതിനിടയ്ക്ക് നാഷണൽസ് ലീഗ് വിൻ ചെയ്യുന്നുണ്ട്, യൂറോ കപ്പ് വിൻ ചെയ്യുന്നുണ്ട്. ലോകകപ്പിൽ അവരുടെ ഒരു പെർഫോമൻസ് പറഞ്ഞ പോലെ അവരുടെ ശൈലി കൊണ്ട് മാത്രം പരാജയപ്പെടുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പ് ആയിക്കോട്ടെ, ജപ്പാനെതിരെ അവർ 1000 പാസ് ഇടുന്നുണ്ട്, എന്നിട്ട് അവർ പുറത്താവുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ ഇത്തവണ അവർ വരുമ്പോൾ കുറേ കൂടി ഓർഗനൈസ്ഡ് ആയിട്ടാണ് സ്പെയിന് വരുന്നത്.
സ്പെയിന് അതായത് ടിക്കി ടാക്ക് എന്ന അവരുടെ പരമ്പരാഗതമായ ശൈലിയിൽ ചില കൂട്ടിച്ചേർക്കലുകൾ വരുത്തി. അതായത് അതിൻ്റെ ഒരു ബേസ് ടിക്കി ടാക്ക് തന്നെയാണ്, കൊറിയ പാസുകളുമായി കൃത്യമായിട്ട് വിങ്ങുകൾ. അതായത് ഫുട്ബോളിൻ്റെ നമുക്കൊരു ഓർഗനൈസ്ഡ് സാധനം ബിൽഡപ്പ് ചെയ്ത് വിങ്ങുകളിലൂടെ കയറിപ്പോയി കളിക്കുന്ന ഒരു ലിഖിത ഫുട്ബോളാണല്ലോ. അത് കൃത്യമായിട്ട് അവർ ചെയ്യുന്നുണ്ട്. അവർ മാത്രമേ നിലവിലെ ടീം വെച്ച് നോക്കുമ്പോൾ അവർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ടിക്കി ടാക്കയിലേക്ക് ലാഫുവിൻ്റെ കുറെ കൂടി ഫ്ലേവറുകൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിനാണ് ഇപ്പോൾ ഈ ഡാനിയൽ സ്പെയിൻ്റെ ഒരു എല്ലായ്പ്പോഴും പറയുന്ന ഒരു പോരായ്മ. ഇപ്പം കുറച്ച് മുന്നേ നമ്മളും പറഞ്ഞു, ഈ ബോക്സിൽ നിന്നും സെക്കൻഡ് ബോക്സിൽ നിന്നും അവർ പാസ് ചെയ്യുന്നു എന്നുള്ളൊരു ആക്ഷേപമായിട്ടും പറയുന്നത്, ഒരു പോസിറ്റീവായിട്ടും പറയുന്നത്. കാരണം അത്രത്തോളം കോൺഫിഡൻ്റ് ആയതുകൊണ്ടാണ് അവർ അങ്ങനെ കളിക്കുന്നത്. പക്ഷേ നേരെ അടിക്കാതെ അവിടെയും പാസിട്ട് കളയുന്നു എന്നൊരു ആക്ഷേപം അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതിന് ലാഫുവിൻ്റെ കണ്ടെത്തിയ മരുന്നാണ് ഇപ്പോൾ ഡാനി ഒൽമോയെ പോലെയുള്ള താരങ്ങൾ. ഒൽമോ ഗംഭീരമായിട്ട് ലോങ് റേഞ്ചറുകൾ ഉതിർക്കുന്നത് നമ്മൾ കാണാറുണ്ട്, സ്പെയിൻ ജേഴ്സിയിലായാലും ക്ലബ് ജേഴ്സിയിലായാലും. ഇപ്പോൾ ഒയർ സബാലായിക്കോട്ടെ, അവരൊക്കെ ആ രീതിയിൽ ലോങ് റേഞ്ചറുകൾ നന്നായിട്ട് ഉതിർക്കാൻ കെൽപ്പുള്ള താരങ്ങളാണ്, റോഡ്രി ഉൾപ്പെടെയുള്ള താരങ്ങൾ. അപ്പോൾ സ്പെയിന് കണ്ടെത്തുന്ന മാർഗം അതാണ്. അത് ഏതെങ്കിലും തരത്തിൽ പൂട്ടുന്നൊരു സാഹചര്യം വരികയാണെങ്കിൽ ലോങ് റേഞ്ചറുകൾ കളിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഇന്നലത്തെ മത്സരത്തിൽ പോലും ആ വിന്നിംഗ് ഗോൾ വരുന്നത് അത്തരത്തിലൊരു ലോങ് റേഞ്ചർ ഉതിർത്തുകൊണ്ടാണ്. ബോക്സിൽ നിന്ന് അവരുടെ പോയിന്റുകളെല്ലാം കൃത്യമായിട്ട് ബെൽജിയം ഡിഫെൻഡ് ചെയ്യുമ്പോൾ അവർ ലോങ് റേഞ്ചർ ഉതിർത്തിട്ടാണ് പിന്നെ റീബൗണ്ടിൽ നിന്ന് വന്നിട്ട് ഗോൾ തരുന്നത്. സ്പെയിൻ്റെ ട്രാൻസിഷൻ പെർഫെക്റ്റ് തന്നെയാണ്. കാരണം അവർക്ക് കൃത്യമായിട്ട് ഒന്ന് ആ നാടിൻ്റെ ഒരു ഗുണം അവിടെയുണ്ട്. ഏറ്റവും ഗംഭീരമായ ലീഗ് അവിടെ നടക്കുന്നുണ്ട്. അവിടെ ഏറ്റവും 2 ബെസ്റ്റ് ഫുട്ബോൾ നഴ്സറി അവിടെയുണ്ട്. ഇപ്പോൾ ബാഴ്സയുടെ ആയിക്കോട്ടെ റയലിൻ്റെ ആയിക്കോട്ടെ. ആ ഫുട്ബോൾ നഴ്സറിയിൽ നിന്നിപ്പോൾ സ്പെയിനിൽ കളിക്കുന്ന 90% പ്ലെയേഴ്സും ലാമാസിയ പ്രൊഡക്ട്സ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ആ അക്കാഡമിയിൽ നിന്ന് കൃത്യമായിട്ട് പിള്ളേർ എല്ലാ കാലത്തും ഇപ്പോൾ മെസ്സി ഉൾപ്പെടെയുള്ള, ഫാബ്രിഗാസ് ഉൾപ്പെടെയുള്ള ലോകോത്തര താരങ്ങൾ, ഇനിയസ്റ്റ സാബി അടക്കമുള്ള ലോകോത്തര താരങ്ങൾ, യമാൽ ഇപ്പോൾ വന്നു നിൽക്കുന്ന യമാലിലാണ് താരങ്ങൾ വന്നു നിൽക്കുന്നൊരു അക്കാഡമിയാണത്. അവിടുന്ന് കൃത്യമായിട്ട് പ്ലെയേഴ്സ് എല്ലാ കാലത്തും വന്നുകൊണ്ടിരിക്കും. അത് കൃത്യമായിട്ട് അവർ നാഷണൽ ടീമിലേക്ക് യുവതാരങ്ങളിൽ ഫിവന്റെ കൃത്യമായ നിരീക്ഷണമുണ്ട്. അത് അണ്ടർ 40 മുതൽ ഫിവന്റയുടെ കീഴിൽ കളിക്കുന്ന പ്ലെയേഴ്സാണ് ഇവരെല്ലാവരും. അതായത് ഗോളി ഉനായ് സൈമണിൽ തുടങ്ങി എല്ലാ പ്ലെയേഴ്സും, പെഡ്രി ആയിക്കോട്ടെ, റോഡ്രി ആയിക്കോട്ടെ, ഗാബി ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ പ്ലെയേഴ്സിനെയും എനിക്ക് തോന്നുന്നു 17-14 പ്ലെയേഴ്സിനെയും അത്തരത്തിൽ ഫിവൻ്റെക്ക് ഒരു അണ്ടർ 14 കാലം മുതൽ അറിയുന്ന പ്ലെയേഴ്സ് തന്നെയാണ്. അപ്പം അതിൻ്റെ ഒരു ഗുണം ആ പ്ലെയേഴ്സിനും ആ കോച്ചും തമ്മിലുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലുണ്ട്. ആ കോച്ചിനോടുള്ള ഒരു റെസ്പെക്റ്റ് അതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ഗുണം സ്പെയിനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ അവരുടെ ഒരു ഫുട്ബോൾ കൾച്ചർ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ 2 ടോപ്പ് എലൈറ്റ് ക്ലബ്ബുകൾ നൽകുന്ന ആ ബൈ പ്രൊഡക്റ്റിൻ്റെ ഒരു സാധനം കൂടി ഇതിനകത്തുണ്ട്. അത് ഒരു പക്ക ട്രാൻസിഷൻ പീരീഡാണ്. ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഫ്രാൻസിനെയും കൂടി പരാജയപ്പെടുത്തി മുന്നേറിയൊരു വേൾഡ് കപ്പ് പഠിക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സുവർണ്ണ തലമുറയ്ക്കൊപ്പം വെക്കാവുന്ന ടീമുകൾ, അല്ലെങ്കിൽ അടുത്ത ഇപ്പോൾ ഈ ടീമുകളിലെ മിക്കതും ഈ യങ്സ്റ്റേഴ്സ് ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഒരു 1-2 വേൾഡ് കപ്പ് ഇതിലെ ഏറെക്കുറെ സ്ക്വാഡ് വെച്ചിട്ട് കളിക്കാൻ കഴിയുമെന്നുള്ളത് സ്പെയിൻ വലിയ പോസിറ്റീവ് നൽകുന്നൊരു ഘടകം തന്നെയാണ്. ഈ ബെൽജിയത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ബെൽജിയം MSK കാര്യമായിട്ട് അതിനെ പിന്തുടർന്നുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ബെൽജിയത്തിൻ്റെ ഒരു തിരിച്ചുവരവ് ഒരുപക്ഷെ സാധാരണമായി വളരെ വേഗത്തിൽ തന്നെ സംഭവിച്ചേക്കാം. കാരണം ഇപ്പം ലാമാസിയുടെ കാര്യം പറഞ്ഞല്ലോ, അതേപോലെ തന്നെ അക്കാഡമികൾ തന്നെയാണ് ബെൽജിയത്തിൻ്റെ കാര്യത്തെന്ന് പറയുന്നത്. അവിടെ ദീർഘകാലമായിട്ട് അവർ പഠിപ്പിച്ച ശൈലി എന്ന് പറയുന്നത് 4-3-3 അതായത് ആക്രമണ ഫുട്ബോൾ കളിക്കുക എന്നത് അത്രേ. എല്ലാ അക്കാഡമികളും അത് തന്നെയാണ് കുട്ടികളെ പഠിപ്പിച്ചതെന്നാണ് വായിക്കാൻ മനസ്സിലാക്കിയത്. ഒപ്പം കൂടുതൽ യുവതാരങ്ങളെ വളർത്തിയെടുക്കാനുള്ള എല്ലാ ദീർഘകാലം 2000 തുടങ്ങിയ ഒരു പദ്ധതിയാണ് 2018 അവർ സെമി വരെ എത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് നയിച്ചത്. ദീർഘകാല പദ്ധതി. ഇന്ത്യൻ ഫുട്ബോളിന് സ്വാധീനിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമൊക്കെയാണ് ബെൽജിയം ചെയ്യുന്നത്. ഒരു കുഞ്ഞു രാജ്യം ലോക ഫുട്ബോളിലെ 3 വർഷത്തോളം ലോക കിരീടമില്ലാത്ത ടീമെന്നാണ് ഇവരെ വിശേഷിപ്പിക്കുന്നത്. എങ്കിൽ പോലും ഫിഫ റാങ്കിങ്ങിൽ 3 വർഷത്തോളം 1ാം സ്ഥാനം അലങ്കരിച്ചവരാണ് ബെൽജിയം എന്നുള്ളത് നമ്മൾ മറന്നു പോരുത്. അപ്പം അത് ദീർഘകാലമായിട്ടുള്ളൊരു പദ്ധതിയുടെ ഫലമാണത്. ആ ദീർഘകാലമായ പദ്ധതിയുടെ ഫലം എത്ര വേഗത്തിൽ മാറ്റം കൊണ്ടുവരുമെന്നാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്. ഈ ലോകകപ്പ് എന്തായാലും അവരെ സംബന്ധിച്ച് നഷ്ടമായിരിക്കുന്നത്. പക്ഷേ ബെൽജിയം പോലൊരു ടീമിനെ അവകാശപ്പെടുന്നതല്ലേ വലിയ കിരീടങ്ങൾ. തീർച്ചയായിട്ടും ബെൽജിയം നമുക്കറിയാം ഒരു സുവർണ്ണ തലമുറ എന്ന് പറയുമ്പോൾ പോലും ഇപ്പം ജയേഷ് പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞതിലും തന്നെ ഉണ്ട്. കാരണം 3 വർഷത്തോളം
തുടർച്ചയായി 1ാം സ്ഥാനം ഫിഫ റാങ്കിങ്ങിൽ വരുത്തുക അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ അതൊരു ചില്ലറ കാര്യമല്ല. അതായത് ലോക ഫുട്ബോളിൽ അർജന്റീനയും ബ്രസീലും അങ്ങനെയുള്ള വലിയ വലിയ ടീമുകളൊക്കെ നിൽക്കുന്ന സമയത്താണ് ബെൽജിയം ഇങ്ങനെ കിരീടങ്ങളില്ലെങ്കിലും ആ 1ാം റാങ്കിങ്ങിൽ തുടർന്നൊരു കാലഘട്ടം. അപ്പം ഈ ബെൽജിയത്തിന് തീർച്ചയായിട്ടും അവർ തിരിച്ചു വരാൻ എല്ലാ സാധ്യതയുണ്ട്. തിരിച്ചു വരാൻ അങ്ങനെ ഒരു വാക്ക് പോലും ശരിയല്ല എന്ന് തോന്നുന്നു. കാരണം അവർ ഏറ്റവും നല്ല ഫുട്ബോൾ കളിച്ചിട്ട് തന്നെയാണ് ഈ ലോകകപ്പിൽ ഇത്രയും എത്തിയത്. അവർ പല ഘട്ടത്തിലും ഇപ്പം തിരിച്ചുവരവുകൾ ഈ പല മത്സരങ്ങളിലും അവർ നടത്തിയിട്ടുണ്ട്. 2 ഗോളിൽ പിന്നിട്ട് നിന്നിട്ട് ശേഷവും 3 ഗോൾ അടിച്ചിട്ട് തിരിച്ചു വന്നൊരു സംഭവമൊക്കെ ഉണ്ട്. അപ്പം ബെൽജിയം സംബന്ധിച്ചിടത്തോളം ഇതേപോലെ തന്നെ അവർക്കും ഒരു യങ് ബ്ലഡ്സിനെ കണ്ടെത്താനുള്ള കൃത്യമായൊരു ശേഷി അവർക്കുണ്ട്. ഇപ്പം സ്പെയിൻ എന്ന് പറയുമ്പോൾ അതൊരു ഫുട്ബോൾ ഫാക്ടറിയാണ്. ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ ആളുകളെ കണ്ടുപിടിക്കുക, അവരെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുമ്പൊരിക്കൽ ഒരു 4-5 കൊല്ലം മുമ്പ് ഒരു മെസ്സി ഫസ്റ്റ് സൈൻ ചെയ്ത ഒരു ഇതുണ്ടല്ലോ, മെസ്സി ആദ്യമായിട്ട് ബാഴ്സക്ക് വേണ്ടിയിട്ട് ട്രയൽ ചെയ്യാൻ പോയ സമയത്ത് നാപ്കിൻ പേപ്പറിൽ സൈൻ ചെയ്തു എന്നുള്ള രൂപത്തിലുള്ള ഒരു വാർത്ത ഉണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു ട്രയൽസിൽ പങ്കെടുക്കാൻ വേണ്ടി അവിടെ ഈ അർജന്റീനയിൽ റൊസാരിയോ തെരുവിൽ നിന്ന് അവിടെ എത്തിയപ്പം അപ്പോഴേ ഇദ്ദേഹത്തിന്റെ ടാലന്റ് കണ്ടിട്ട് ബാഴ്സയുടെ ആ സമയത്തെ ഡയറക്ടർ ഇത് കണ്ടിട്ട് ഇദ്ദേഹത്തെ വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന രൂപത്തിൽ മെസ്സിയെയും മെസ്സിയുടെ അച്ഛനെയും അവിടെ അവരോട് സംസാരിക്കുന്നു. അപ്പം ആ സമയത്ത് ഇത്രയും ചെറിയ പ്രായത്തിലുള്ളവരെ വേറെ രാജ്യത്തു നിന്ന് വരുന്ന ആൾക്കാരെ സൈൻ ചെയ്യുന്നതിൽ ആ സമയത്ത് എന്തൊക്കെയോ നിയമ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം മെസ്സിയുടെ അച്ഛൻ റയലിനടക്കം എനിക്ക് ഓഫറുകൾ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ പുള്ളി വേറൊന്നും നോക്കുന്നില്ല, ഒരു നാപ്കിൻ പേപ്പർ വാങ്ങിച്ച് അതിനകത്ത് എഴുതി സൈൻ ചെയ്തിട്ട് കൊടുക്കുന്നു. ആ സമയത്ത് മെസ്സിയുടെ കൂടെ തന്നെ അന്ന് സൈൻ ചെയ്ത ആൾക്കാരായിരുന്നു ജെറാർഡ് പീക്കയും ഫാബ്രിഗാസും ഒക്കെ. അപ്പോൾ ആ സമയത്തൊന്ന് ആലോചിച്ച് നോക്കും, ജെറാർഡ് പീക്കയും മെസ്സിയെ പോലെ തന്നെ ലോക ഫുട്ബോളിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളായി ജെറാർഡ് പീക്കയും അതുപോലെ തന്നെ ഫാബ്രിഗാസ് ഒക്കെ വളർന്നു എന്ന് പറയുമ്പോൾ ആ ബാച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അത്രയും മികച്ച ബാച്ചിനെ ഉണ്ടാക്കാൻ ഓരോ വർഷവും അങ്ങനെ മികച്ച ബാച്ചിനെ ഉണ്ടാക്കാൻ സ്പെയിനിന് കഴിഞ്ഞിട്ടുണ്ട്. റയലിന് പോലുള്ള അല്ലെങ്കിൽ ബാഴ്സ പോലുള്ള ടീമുകളുടെ ആ ഒരു അപ്രമാദിത്യം അല്ലെങ്കിൽ അങ്ങനെ അതിലേക്കൊക്കെ നല്ല താരങ്ങളൊക്കെ വരുന്നു. ഒരു ഫുട്ബോൾ ഫാക്ടറി ആയിട്ട് തന്നെ അത് പ്രവർത്തിക്കുന്നുണ്ട്. ബെൽജിയത്തിലേക്ക് വരുമ്പോഴും ബെൽജിയം ഈ സുവർണ്ണ തലമുറ എന്ന് പറയുന്നവരൊക്കെ അവർ കൃത്യമായിട്ടും അത് നമ്മൾ ഏതെങ്കിലും ഒരു ചെറിയ ആദ്യഘട്ടത്തിൽ ബെൽജിയത്ത് ഒരു അണ്ടർ ഡോഗ്സ് എന്നുള്ള രീതിയിൽ കണക്കാക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു 2018 മുമ്പ്. പക്ഷേ നമുക്ക് 2018 ശേഷം അല്ലെങ്കിൽ ആ കാലത്തിന് ശേഷം ഈ മൂന്നാമത്തെ ലോകകപ്പിലേക്ക് എത്തുന്ന സമയമൊന്നും ബെൽജിയം കൃത്യമായിട്ടും എല്ലാ ലോകകപ്പിലും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അവരുടെ താരങ്ങളൊക്കെ ഇപ്പൊ ഹസാർഡ് ഒരു കാലത്ത് ചെൽസിയുടെ പ്രധാനപ്പെട്ട പ്ലെയർ ആയിരുന്നു. ലൂക്കാക്കു മാഞ്ചസ്റ്റർ യുണൈറ്റഡിനൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ ഇവരൊക്കെ ലോകത്തിലെ ഏറ്റവും മികച്ച ക്ലബ്ബുകളിലേക്കാണ് ബെൽജിയത്തിൽ നിന്നുള്ള താരങ്ങളൊക്കെ പോയി കളിച്ചിട്ടുള്ളത്. കരുത്ത്, ഹസാർഡിന്റെ ഡ്രിബ്ലിംഗ് മികവ്, ഡുബ്രൂയിന്റെ തന്ത്രങ്ങൾ അതായിരുന്നു അവരുടെ മുന്നേറ്റം നിർവഹിച്ചൊരു കാര്യം. അങ്ങനെ ഒരു ഫോർമുല അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഇപ്പോഴത്തെ ബെൽജിയം 11 ഫുള്ള് പറയാൻ പറഞ്ഞാൽ ചിലപ്പോൾ ചിലർക്ക് ഒരു സംശയം ഉണ്ടാവും. പക്ഷേ അന്നത്തെ 11 പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ആൾക്കാർ പറയും. അതിനകത്ത് തിബോ കോർട്ടും ഉണ്ട്, സൈമൺ മിഗ്നോലറ്റ് അവിടെ സെക്കൻഡ് കീപ്പർ, ലിവർപൂളിലൊക്കെ കീപ്പറായിരുന്ന ആൾ അവിടെ സെക്കൻഡ് കീപ്പറാണ്. അദ്ദേഹം ഗംഭീരമായ ഫോമിൽ ക്ലബ്ബിൽ കളിക്കുമ്പോഴും കോർട്ടോയുടെ ഒരു പ്രഭാവത്തിന് മുമ്പിൽ അദ്ദേഹത്തിന് സ്പേസ് ഇല്ല. അവിടെ വിൻസെന്റ് കമ്പനി ഉണ്ട്, ആക്സൽ വിറ്റ്സൽ ഉണ്ട്, ഇപ്പൊ കളിക്കുന്ന യൂറി ടിൽമാൻസ് ഉണ്ട്. അങ്ങനെ ഗംഭീരമായ പ്ലേയേഴ്സ് ആണ് എല്ലാം. ഇപ്പോഴും എല്ലാ പ്ലേയേഴ്സിനും പറയാൻ പറ്റുമെന്നുള്ളതാണ്. അവർ ലോകത്തിലെ ഏറ്റവും മികച്ച ക്ലബ്ബുകളിലാണ് കളിച്ചിരുന്നതും എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം നമ്മുടെ കോട്ടോസ് തന്നെ റയൽ മാഡ്രിഡിന്റെ ഗോളിയാണ്. റയൽ മാഡ്രിഡ് ലോകത്തിലെ ഏറ്റവും വലിയ ക്ലബ്ബുകളിലൊന്നാണ്. പിന്നെ ഇവർക്ക് കളിച്ചിരുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച ക്ലബ്ബുകളിലൊക്കെയാണ് ഈ ബെൽജിയത്തിലുള്ള പ്ലേയേഴ്സൊക്കെ കളിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ബെൽജിയത്തിൽ നിന്ന് കൃത്യമായിട്ടും ബെൽജിയം എന്നുള്ള രാജ്യം കൂടി അവിടെ അഭിമാനിക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷനാണ്. അവർക്ക് ഏറ്റവും നല്ല ഫുട്ബോളേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം സ്പെയിനെ പോലെ ഈ ബെൽജിയം ഇതേപോലെ ഒരു ഫുട്ബോൾ ഫാക്ടറി ആയിട്ട് നിൽക്കുകയാണ് ഈ സൈഡിൽ കൂടി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ പക്ഷേ എല്ലാ പൊസിഷനിലേക്ക് നമ്മൾ കൃത്യമായിട്ട് ഓരോ പ്ലേയേഴ്സിനും പകരം വെക്കാവുന്ന, അല്ലെങ്കിൽ പകരം എന്നല്ല ഞാൻ പറയുന്നത്, ഏറെക്കുറെ ക്വാളിറ്റിയിൽ വരുന്ന പ്ലേയേഴ്സ് കൃത്യമായിട്ട് ഉണ്ടാവുക എന്ന് പറയുന്നതും വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷേ നിലവിലെ ബെൽജിയം സ്ക്വാഡ് നോക്കുമ്പോൾ അതിന് തക്ക പ്ലേയേഴ്സ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു വിൻസെന്റ് കമ്പനിക്കത്തൊരു സെൻട്രൽ ബാക്ക് അവിടെ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. കൊർട്ടോ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ആര് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ സെനലാമൻസ് വന്ന് അദ്ദേഹം ഫസ്റ്റ് ഒരു വലിയൊരു മിസ്റ്റേക്ക് നടത്തിയുണ്ട്. ഗോളിമാരെ ആർക്കായാലും ഏത് പ്ലേയേഴ്സിനാണെങ്കിലും മിസ്റ്റേക്കുകൾ ആർക്കായാലും പറ്റും, ഒരു മോശം ദിവസമായിരിക്കും. പക്ഷേ ഒരു പ്രതീക്ഷയ്ക്കൊത്തുയരുന്ന കൈൻഡ് ഓഫ് പ്ലേയേഴ്സ് ഉണ്ടെന്നത്. ഇപ്പോൾ ഒരു ഹസാർഡിനെ പകരം അല്ലെങ്കിൽ ഡിബ്രോയിന് പകരം അവർക്കൊരു ലോങ് ടൈമിലേക്ക് കാണാവുന്നൊരു മിഡ്ഫീൽഡർ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഒരു ഡോക്ക് ഒരു പരിധി വരെ വിങ്ങിൽ ഓക്കെ. ഇപ്പോൾ കെറ്റ്ലേർ ആയിക്കോട്ടെ, ഒരു സെൻട്രൽ ഫോർവേഡ് അദ്ദേഹം
വളരെ യങ്ങറാണ്. അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിൽ ഡബിൾ അടിച്ചു. ഇപ്പോൾ ഇന്നലത്തെ മത്സരത്തിലും ഒരു ഗോൾ അടിച്ചുകൊണ്ട് പ്രതീക്ഷ നൽകുന്നുണ്ട്. ഒരു ലോങ് ടേമിലേക്ക് അത്രയും ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സിനെ നിർമ്മിച്ചെടുക്കുക എന്ന് പറയുന്നതും ഒരു വലിയ ടാസ്ക് തന്നെയാണ്. ഞാൻ പറയാൻ കാര്യം 2 ടീമുകൾ അത് 2 ശ്രേണിയിലാണ്. 2010 അവസാനിക്കുന്ന ഒരു തലമുറ, പിന്നെ അവർ ബിൽഡ് ചെയ്ത് വരുന്ന ഒരു 18 വർഷം ശേഷം. അതുപോലെ ബെൽജിയം ഇത്രയും കാലത്തിന് ശേഷം അടുത്ത ലോക അടുത്ത ലോകകപ്പോട് കൂടി അവർ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാം.